എമ്പുരാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ ഒരാൾക്ക്. പൃഥ്വിരാജ്. ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായി ഇറങ്ങുന്ന എമ്പുരാനെ കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാ ലോകവും. എമ്പുരാൻ വിജയമായാലും പരാജയമായാലും അത് ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ തനിക്ക് കഴിയേണ്ടതുണ്ടെന്ന് പൃഥ്വിരാജ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു സിനിമ വിജയമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എല്ലാവരിലേക്കുമായി പോകുകയും ആ സിനിമ പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സംവിധായകനെ മാത്രമാകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് പൃഥ്വി. എമ്പുരാൻ ഒരു വലിയ പരാജയമായി മാറിയാൽ അതിന് ഒരൊറ്റ ഉത്തരവാദി മാത്രമേ ഉണ്ടാകൂ എന്നാണ് പൃഥ്വി പറയുന്നത്. അത് മറ്റാരുമല്ലെന്നും താൻ തന്നെയാണെന്നും പൃഥ്വി പറയുന്നു. ചില കാരണങ്ങൾ നിരത്തിയാണ് തന്റെ ആ നിലപാടിനെ പൃഥ്വി വിശദീകരിക്കുന്നത്. ഒരു സിനിമ വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായും ആ സിനിമയുടെ സംവിധായകന് തന്നെയാണ്. എമ്പുരാനെ കുറിച്ച് പറഞ്ഞാൽ മോഹൻലാൽ സാറായാലും ശരി, മറ്റുള്ള നടന്മാരായാലും ശരി, ടെക്നീഷ്യൻസ് ആയാലും ശരി, ഇവരെല്ലാം എന്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് ഫോളോ ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. എന്റെ വിഷനും എന്റെ ആശയങ്ങളുമാണ് ഞാൻ പറഞ്ഞത് പ്രകാരം അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ മോശമായി വന്നാൽ അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പൃഥ്വിരാജ് പറയുന്നു. 20 വർഷം മുൻപ് താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും അന്ന് ജാടയായി മുദ്രകുത്തിയെങ്കിലും ഇന്നത് സ്വീകരിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് താൻ ഇന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ ഒരു 20 വർഷം കഴിഞ്ഞായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി. തനിക്ക് ജാടയാണെന്നും ബഹുമാനമില്ലെന്നുമൊക്കെ പറയുന്നവരുമുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ എന്നെ ബാധിക്കുന്നില്ല. എനിക്കതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ടിയും വരുന്നില്ല. 25 വയസ്സിലാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. മലയാളത്തിലെ മുതിർന്ന പല താരങ്ങൾക്കൊപ്പമാണ് ഞാനും വളർന്നത്. അന്നും ഇന്നും വർക്കിനോട് എനിക്കുള്ള പാഷൻ ഉണ്ട്. അതിൽ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ് ഞാൻ. ആ ബഹുമാനത്തോടെ മാത്രമേ സിനിമയെ കണ്ടിട്ടുള്ളൂ. സിനിമ എന്ന ഈ മീഡിയം എനിക്ക് ദൈവമാണ്. ആര് എന്ത് പറയുന്നു എന്നതൊന്നും എന്നെ അന്നും ബാധിച്ചിട്ടില്ല, ഇന്നും ബാധിച്ചിട്ടില്ല, പൃഥ്വി പറഞ്ഞു.